ഹലോ എൻ്റെ പൊന്നാര മക്കളെ, ഒരു ഗുഡ് ന്യൂസ് ആണ്. അതായത് ജാസ്മിനെ പോലീസ് പൊക്കുകയാണ്. എന്തിനാണ് ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞത്? ഒരു കാര്യം പറയുകയാണ് പൊന്നാര മക്കളെ. ബിഗ് ബോസ് ഒരു സീസൺ മുതൽ 5 സീസൺ വരെ നമ്മൾ കണ്ടത് എൻ്റർടൈൻമെൻറ്റ് ഷോയാണ്. ആർക്ക് വേണമെങ്കിലും ബിഗ് ബോസ് കാണാം. ചെറിയ പിഞ്ചോമന കുട്ടികൾക്കടക്കം ബിഗ് ബോസ് കാണാം, ഒരു പ്രശ്നവുമില്ല. നിലവിൽ സീസൺ 6 അങ്ങനെയല്ല, അതായത് 18+ ആണ്. ജാസ്മിൻ കാരണം ബിഗ് ബോസ് ചെറിയ കുട്ടികൾക്ക് കാണിക്കാൻ, അതായത് ചെറിയ കുട്ടികൾക്ക് ബിഗ് ബോസ് കാണിക്കാൻ രക്ഷിതാക്കൾ ഭയക്കുകയാണ്. കാരണം ജാസ്മിൻ്റെയും ഗബ്രിയുടെയും അതായത് രാത്രി സമയത്ത് കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വെക്കുന്നു, വൃത്തികേട് സംസാരിക്കുന്നു. അത് കാരണം ചെറിയ പിഞ്ചോമന കുട്ടികൾക്ക് ബിഗ് ബോസ് കാണിക്കുന്നത് രക്ഷിതാക്കൾ നിർത്തുകയാണ്. ആ ജാസ്മിനെതിരെ ഒരു കേസ് ആവുകയാണ്. എന്താണ് കേസ്? നമുക്കതൊന്ന് കേട്ടു നോക്കാം. ക്ഷേത്രക്കുളത്തിൽ കാൽ കഴുകിയുള്ള റീൽസ് ചിത്രീകരിച്ച ബിഗ് ബോസ് താരം ജാസ്മിൻ ജാഫറിനെതിരെ പരാതി. ഗുരുവായൂർ ദേവസ്വമാണ് പോലീസിൽ പരാതി നൽകിയത്. വിലക്ക് മറികടന്ന ജാസ്മിൻ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ തീർത്ഥക്കുളത്തിൽ കാല് കഴുകി റീൽസ് ചിത്രീകരിച്ചെന്നാണ് പരാതി. ആ കിണറിൽ അന്യമതസ്ഥർ കാലിടാൻ പാടില്ല എന്ന് അവിടുത്തെ നിയമത്തിലുണ്ട്. പിന്നെ എന്തിനാണ് മുസ്ലിമായ ജാസ്മിൻ അവിടെ പോയി കാലിട്ടതും റീൽസ് ഉണ്ടാക്കിയതും? നമ്മളെ തമ്മിൽ തല്ലിക്കാനല്ലേ? ഒരു കാര്യം പറയുകയാണ്, നിങ്ങളത് ചിന്തിക്കണം. അതായത് എല്ലാ മതത്തിലും, ക്രിസ്ത്യനായാലും മുസ്ലിം ആയാലും ഹിന്ദു ആയാലും, അവരവർ വിശ്വസിക്കുന്ന സ്ഥലത്തിന് അവരവരുടെ നിയമമുണ്ടാവും. അതായത് ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, മുസ്ലിമീങ്ങൾ നല്ല രീതിയിൽ വിശ്വസിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു ഹൈന്ദവൻ വരുന്നത് ഒരു പക്ഷേ തെറ്റായിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഹൈന്ദവർ നല്ല രീതിയിൽ വിശ്വസിക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഒരു മുസ്ലിം കടന്നു വരുന്നത് അവരുടെ മതപ്രകാരം തെറ്റായിട്ടുണ്ടാവും. പിന്നെ എന്തിനാണ് നമ്മൾ പോകുന്നത്? വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുന്നുണ്ട്. ലെവിൻ, എന്താണ് പരാതിയിലെ വിശദാംശങ്ങൾ? കഴിഞ്ഞ 3 ദിവസം മുൻപാണ് ജാസ്മിൻ ജാഫർ എന്ന ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ ബിഗ് ബോസ് താരമായ ജാസ്മിൻ ഇത്തരത്തിലൊരു വീഡിയോ പങ്കുവച്ചിരുന്നത്. ഗുരുവായൂർ ക്ഷേത്രക്കുളത്തിൽ എത്തുകയും അവിടെ കാൽ നനച്ച് വീഡിയോ ചിത്രീകരിക്കുന്നതുമാണ് ദൃശ്യങ്ങളിൽ കാണാനാകുന്നത്. എന്നാൽ ക്ഷേത്രത്തിൽ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതും ക്ഷേത്രക്കുളത്തിൽ ഇറങ്ങുന്നതും അഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിനടക്കം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിലക്കുണ്ട്. ഇതെല്ലാം മറികടന്നുകൊണ്ട് വീഡിയോ ചിത്രീകരിച്ചതിനെതിരെയാണ് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ടെമ്പിൾ പോലീസിന് പരാതി നൽകിയിരിക്കുന്നത്. പൊന്നുമക്കളെ, ഒരു കാര്യം പറയുകയാണ്, ജാസ്മിൻ ഇത് വലിയൊരു വിവാദം ഉണ്ടാക്കാൻ മാത്രം കരുതിക്കൂട്ടി ചെയ്തതാണ്. കാരണം ജാസ്മിൻ്റെ കോലം നിങ്ങൾ കാണണം. ബൊട്ടുണ്ട്, അതായത് ബൊട്ടുണ്ട്. ഒരു ഹൈന്ദവ സ്ത്രീ എങ്ങനെയാണോ അങ്ങനെയാണ് ജാസ്മിൻ അവിടെ ആയത്. ജാസ്മിന് അങ്ങനെയാവാൻ എല്ലാവിധ സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണ് പൊന്നാര മക്കളെ. ഇപ്പോൾ പള്ളിയിൽ ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണ്. ജാസ്മിൻ മുസ്ലിം ആയതുകൊണ്ട് ഞാൻ എക്സാമ്പിൾ മുസ്ലിം മതത്തെ കൊണ്ടുവരികയാണ്. എനിക്ക് പേഴ്സണലി ഒരു മതവുമില്ല, നിങ്ങൾ ആ കാര്യം മനസ്സിലാക്കണം. ഞാനിപ്പോൾ മുസ്ലിം തെറ്റ് ചെയ്താലും, ക്രിസ്ത്യൻ തെറ്റ് ചെയ്താലും, ഹിന്ദു തെറ്റ് ചെയ്താലും, LDF, UDF, BJP ഇവർ ആര് തെറ്റ് ചെയ്താലും ഞാൻ ചൂണ്ടിക്കാണിക്കും. എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല. പക്ഷേ ഇവിടെ ഞാൻ പറയുകയാണ്, നിങ്ങളൊരു ചെറിയൊരു കാര്യം മനസ്സിലാക്കണം. മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്ന ഒരു പള്ളിയിൽ ഒരു ഹിന്ദു സ്ത്രീ മുസ്ലിം വേഷത്തിൽ വരികയും അവിടെ, അതായത് ഒരു ഹിന്ദു സ്ത്രീ ചെയ്യാൻ പാടില്ലാത്ത എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ എന്താവും? നിങ്ങൾ പൊട്ടിത്തെറിക്കൂലേ? മുസ്ലിമീങ്ങൾ അവിടെ പൊട്ടിത്തെറിക്കൂലേ? അതുപോലെയാണ് ഇവിടെ മാറ്റർ. കാരണം ജാസ്മിൻ്റെ കോലം നിങ്ങൾ നോക്കൂ, ബൊട്ടുണ്ട്. എങ്ങനെയാണോ ഒരു ഹൈന്ദവ സ്ത്രീ അങ്ങനെ വേഷം കെട്ടി ഒരിക്കലും അന്യമതസ്ഥർ കാലിടാൻ പാടില്ലാത്ത വെള്ളത്തിലേക്ക് ജാസ്മിൻ കാലിടുകയാണ്. എന്തിന്? കാലിട്ടത് മാത്രമല്ല, അതിനെ വീഡിയോ ചെയ്ത് ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്യുകയാണ്. എന്തിനാണ്? ഇത് വലിയൊരു കലഹമുണ്ടാവണം, അതിനുശേഷം ഹിന്ദു മുസൽമാൻ തമ്മിൽ ഏറ്റുമുട്ടണം. അതിനാണ് ജാസ്മിൻ്റെ കളി. എനിക്ക് പേഴ്സണലി തോന്നുന്നത്, ജാസ്മിൻ ബിഗ് ബോസിൽ ഹഗ് ചെയ്തതും കിസ് ചെയ്തതും വലിയ വിവാദമാവുകയും ജാസ്മിൻ്റെ ബാപ്പയെ പള്ളിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തല്ലോ. അതിന്റെ പ്രതികാരം ജാസ്മിൻ തീർക്കുന്നതോ എന്നും എനിക്ക് സംശയമുണ്ട്. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. മത വൈരാഗ്യം അടക്കം ഉയർത്തിക്കൊണ്ടുള്ള നടപടിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്ന് ഉള്ളതാണ് കലാഭവന പ്രകാരമുള്ള നിയമങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയിൽ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അഡ്മിനിസ്ട്രേറ്ററുടെ പരാതി സ്വീകരിച്ചിട്ടുണ്ട്. കേസ് എടുക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ആലോചിച്ച് വരികയാണെന്നും നിയമവശങ്ങൾ പരിശോധിച്ച് കേസെടുക്കുന്നത് അടക്കം തുടർ നടപടികളായി സ്വീകരിക്കുമെന്നുമാണ് ടെമ്പിൾ പോലീസ് അറിയിച്ചിട്ടുള്ളത്. 3 ദിവസം മുൻപാണ് ജാസ്മിൻ ജാഫറിന്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ ഇത്തരത്തിൽ വീഡിയോ പ്രത്യക്ഷപ്പെടുന്നത്. അവർ ആരാധിക്കുന്ന, ഹൈന്ദവർ ആരാധിക്കുന്ന ഒരു കുളം, അതിലേക്കൊരു പ്രത്യേകതയും കൂടിയുണ്ട്. അന്യമതസ്ഥർ കാലിടാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു കുളത്തിൽ ജാസ്മിൻ ചാടുകയും അവിടെ കാല് കഴുകുകയും അതിനുശേഷം അതിനെ വീഡിയോ ചെയ്ത് ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്ത ജാസ്മിന് കേസ് എടുക്കണമെന്ന് ഞാൻ പറയുകയാണ്.
കാരണം ജാസ്മിൻ അറിയാം അതിൽ അന്യമതസ്ഥർ കാലിടാൻ പാടില്ല. നിലവിൽ ജാസ്മിൻ മുസ്ലിമാണ്. ഒരു പക്ഷേ ജാസ്മിന് മതമുണ്ടാവില്ല, അവൾക്ക് വിശ്വാസമുണ്ടാവില്ല. അവിടെ ജാസ്മിൻ ചിന്തിക്കണം, ഹിന്ദുക്കൾ അവർ വിശ്വസിക്കുന്ന, അതായത് അവർ നല്ല രീതിയിൽ വിശ്വസിക്കുന്ന ഒരു ആരാധനാ സ്ഥലമാണ്. ആ സ്ഥലത്തിൽ അന്യമതസ്ഥർ കാലിടാൻ പാടില്ല എന്ന് നിയമമുണ്ട്. അവിടേക്ക് ജാസ്മിൻ പോയി കാലിട്ടതുമല്ല. അതിനുശേഷം ജാസ്മിൻ അതിനെ ഇൻസ്റ്റഗ്രാമിലും കൂടി അപ്ലോഡ് ചെയ്യുമ്പോൾ പൊന്നാര മക്കളെ, ജാസ്മിൻ്റെ മനസ്സിൽ വലിയൊരു കലഹമുണ്ടാക്കണം. അതായത് ഇവിടെ ഹിന്ദു മുസൽമാൻ ഏറ്റുമുട്ടണം. അത് മാത്രമാണ് ജാസ്മിൻ്റെ മൈൻഡ് സെറ്റ് എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ഓക്കെ, കേട്ടു നോക്കാം. സംബന്ധിച്ച് ജാസ്മിന്റെ ഭാഗത്തു നിന്നും ഒരു വിശദീകരണവും ഇതുവരെ ഉണ്ടായിട്ടില്ല. നേരത്തെ ഇത്തരത്തിൽ സമാനമായ രീതിയിൽ ദൃശ്യങ്ങൾ ക്ഷേത്രത്തിലെത്തി ചിത്രീകരിക്കുകയും അത് സോഷ്യൽ മീഡിയ വഴി പങ്കുവയ്ക്കുകയും ചെയ്ത കോഴിക്കോട് സ്വദേശിയായ മറ്റൊരു യുവതിക്കെതിരെയും ദേവസ്വം പരാതി നൽകുകയും ടെമ്പിൾ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് സമാനമായ സംഭവമാണ് ഇത്തവണയും ആവർത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കർശന നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് ദേവസ്വം അധികൃതർ പറയുന്നത്. അങ്ങനെ തന്നെ വേണം, അതായത് കേസ് കൊടുക്കണം. ഇത് വലിയൊരു തെറ്റാണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ആരാധനാലയം, ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഇത് കാണുന്ന മുസ്ലിമീങ്ങളും ഇത് കാണുന്ന ക്രിസ്ത്യൻസിനോടാണ് എനിക്കൊരു കാര്യം പറയാനുള്ളത്. നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു സ്ഥലത്തേക്ക് അന്യമതസ്ഥർ ചവിട്ടാൻ പാടില്ല എന്ന് നിങ്ങളുടെ നിയമം പറയുന്ന ഒരു സ്ഥലത്തേക്ക് ഒരു അന്യമതസ്ഥൻ വന്ന് ചവിട്ടുകയും അതിനെ വീഡിയോ ചെയ്ത് ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്താൽ നിങ്ങളുടെ മതത്തെ ചെറുതാക്കിയതുപോലെയല്ലേ? അപ്പോൾ അവർ കേസ് കൊടുക്കൂലേ? അതുകൊണ്ട് ജാസ്മിനെ ഈ വിഷയത്തിൽ കേസ് കൊടുക്കണം. ഇനി ഒരിക്കലും ജാസ്മിൻ ഇത്തരത്തിലുള്ള തെറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, ബൈ.